കൊച്ചിയിൽ നടന്ന UDF നേതൃയോഗത്തിൽ ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനം. തരൂരിന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു ഘടകകക്ഷി നേതാക്കളുടെ വിമർശനം. ജനങ്ങളുടെ മുന്നിൽ നേതാക്കൾ ഐക്യം പ്രകടമാക്കണമെന്ന് ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും യോഗത്തിൽ വിമർശനമുയർന്നു. കൊച്ചിയിൽ നിന്ന് യോഗത്തിന്റെ വിശദ റിപ്പോർട്ട് തിയോഫിൻ നൽകും. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തീരദേശ യാത്രയുമായിരുന്നു ഇന്നത്തെ UDF നേതൃയോഗത്തിൻ്റെ പ്രധാന അജണ്ട. പക്ഷേ യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത് നേതാക്കൾ തമ്മിലുള്ള ചേരിപ്പോരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. ശശി തരൂരും VD സതീശനും ഇരുവരുടെയും അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ചർച്ചയായി. ശശി തരൂരിനെതിരെയാണ് പ്രധാനമായും വലിയ വിമർശനം നേതാക്കൾ ഉന്നയിച്ചത്. NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ശശി തരൂരിൻ്റെ പേര് പറയാതെയായിരുന്നു വിമർശനം ഉന്നയിച്ചത്. സംസ്ഥാന സർക്കാരിനും LDFനും ഒക്കെ അനുകൂലമാകുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് മുന്നിൽ നേതാക്കൾ തമ്മിൽ ഐക്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുകയും അത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുകയും വേണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. VD സതീശനെതിരെയും വലിയ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. കാരണം പല തരത്തിൽ നേതാക്കൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നൽകുന്ന പ്രസ്താവനകളൊക്കെ വലിയ രീതിയിൽ നേതാക്കൾ തമ്മിൽ വാക്കുതർക്കമുണ്ടെന്നും ചേരിത്തിരിവുണ്ടെന്നുമൊക്കെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് സന്ദേശങ്ങൾ എത്തുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നേതാക്കൾ തമ്മിൽ ഐക്യത്തിലാണ് പോകുന്നതെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറണം, അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തണം എന്നായിരുന്നു യോഗത്തിൽ നേതാക്കൾ ഉന്നയിച്ച ആവശ്യം. മുസ്ലിം ലീഗും വലിയ വിമർശനം VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉന്നയിച്ചു. ഈ വിമർശനം ഉന്നയിച്ചതുകൂടി വ്യക്തമാകുന്നതാണ്. ഒരുപക്ഷെ ഈ യോഗത്തിന് ശേഷം UDF കൺവീനർ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിനൊപ്പം മറ്റ് നേതാക്കളാരും ഉണ്ടായിരുന്നില്ല, VD സതീശൻ ഉൾപ്പെടെ ആരും ഉണ്ടായിരുന്നില്ല എന്നതുകൂടി ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. മറ്റൊരു വിഷയം, UDF കൺവീനറുടെ വാർത്താ സമ്മേളനത്തിൽ MMSനോട് മാധ്യമങ്ങൾ ചോദിച്ച ശശി തരൂർ വിഷയം ചോദിക്കുമ്പോൾ ഒരു വിഷയം നേതാക്കൾ ഉന്നയിച്ചതുണ്ടായിരുന്നു. ഈ തദ്ദേശ വാർഡ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നടന്ന ഒരു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ ശശി തരൂർ പ്രചാരണത്തിനെത്തിയില്ല എന്ന വിമർശനം നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇക്കാര്യം UDF കൺവീനർ MM ഹസൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇത്തരം പ്രചാരണങ്ങൾക്ക് എത്തുക എന്നത് ഒരു MP എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. അദ്ദേഹം അത് സ്വയം ചെയ്യേണ്ട കാര്യമാണ് എന്ന് സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളെല്ലാം എത്തിയിരുന്നു, അദ്ദേഹം എത്തിയില്ല എന്ന കാര്യവും MM ഹസൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായാലും വലിയ വിമർശനമാണ് ശശി തരൂരിനും VD സതീശനുമെതിരെ ഇന്നത്തെ UDF നേതൃയോഗത്തിൽ ഉന്നയിക്കപ്പെട്ടത്. നേതാക്കൾ തമ്മിൽ ഇനി പരസ്യമായ ഏറ്റുമുട്ടലുകൾ അല്ലെങ്കിൽ വാക്പോരുകൾ ഉണ്ടാകരുത് എന്ന സന്ദേശം അല്ലെങ്കിൽ അതുണ്ടാകരുതെന്ന ആവശ്യം ഘടകകക്ഷി നേതാക്കൾ പ്രധാനമായും മുന്നോട്ട് വെച്ചു. UDFൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകരുതെന്ന ആവശ്യം നേതാക്കൾ ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിലുള്ള ചേരിതിരിവ് എത്രമാത്രം UDFനെ ബാധിച്ചിരിക്കുന്നു, അത് എത്ര ഗൗരവത്തിലാണ് നേതാക്കൾ കാണുന്നത് എന്ന് വ്യക്തമാവുകയാണ്. തിയോഫിൻ്റെ റിപ്പോർട്ടാണ് കണ്ടത്.